നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ അനാസ്ഥ മൂലം ദുരന്തം സംഭവിച്ച വയനാട് കള്ളാടി ദുരന്ത മേഖല അങ്ങനെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സന്ദർശനം നടത്തിയിരിക്കുന്നു. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ദുരന്ത മേഖല സന്ദർശനം നടത്തുന്നത്. അതായത് ദുരന്തം സംഭവിച്ചിട്ട് മുഖ്യമന്ത്രിയെ ദുരന്ത മേഖലയിൽ കാണാതായതോടെ ഈ നാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. കാരണം ഈ ദുരന്തം സംഭവിച്ചത് മുതൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുകയായിരുന്നല്ലോ. അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ദുരന്തം സംഭവിച്ചതെന്നും 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നുമുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി. മണ്ണ് നീക്കം ചെയ്യാത്തതിന്റെ ഉത്തരവാദി അത് സർക്കാരും കരാറുകാരുമാണ് എന്നുള്ള വസ്തുതകൾ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ വെട്ടിലായതോടെ ആകാം ഒരുപക്ഷെ വി.ഡി. സതീശൻ അതുകൊണ്ടാകാം ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വരാൻ വൈകിയത്. പക്ഷേ ജനങ്ങൾ ഈ സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയുണ്ടോ, ഒരു സർക്കാരുണ്ടോ, ഇത്തരമൊരു വിഷയം നടക്കുമ്പോൾ, ദുരന്തം നടക്കുമ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പഴിചാരി തലയൂരാനുള്ള ശ്രമമാണ് ഒരു സർക്കാർ നടത്തേണ്ടത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അങ്ങനെ ഉന്നയിക്കാൻ തുടങ്ങിയതോടെ പണ്ട് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ആ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഇത് സർക്കാരിന്റെ ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്ററിൽ കയറി വി.ഡി. സതീശൻ അങ്ങനെ എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആ സന്ദർശനത്തിന്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. കാലിൽ ചെളി പറ്റിയിട്ട് ഈ പണിയല്ലേ, പ്രശ്നമല്ലേ. അതുകൊണ്ട് മൂപ്പര് ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഷൂ ഒക്കെ ഇട്ട് അങ്ങനെ അവിടെ ആ സന്ദർശനമൊക്കെ നടത്തി. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ എന്തായാലും മുഖ്യമന്ത്രി കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ശേഷം അദ്ദേഹം അവർക്ക് എല്ലാ രീതിയിലുള്ള ഉറപ്പുകളും കൊടുത്തു എന്നാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഉറപ്പുകൾ കേട്ട ജനങ്ങൾ ചോദിച്ചത് വയനാട്ടിലെ ആപ്പ് ഇപ്പോഴുണ്ടോ, ഫണ്ട് പിരിച്ചതിന്റെ ഇപ്പോഴും കണക്കുണ്ടോ, വീടുകൾ എവിടെ സർക്കാരെ, വീടുകൾ എവിടെ വി.ഡി. സതീശ എന്നൊക്കെയാണ് ചോദിച്ചത്. അതായത് വി.ഡി. സതീശിന് ഉറപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴും ഇതുപോലെ തന്നെ അവിടെ ചെന്ന് ഉറപ്പ് നൽകി 100 വീട് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഫണ്ട് പിരിവൊക്കെ നടത്തി ആപ്പിറക്കി. അങ്ങനെ അവസാനം ആപ്പായി മാറിയ കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അദ്ദേഹം എങ്ങനെയാണ് എത്തുന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം. നോക്കൂ, അദ്ദേഹം ഒരു ഷൂവും ധരിച്ചല്ല അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം ഇട്ട് വന്ന അതേ ചെരുപ്പിട്ട് അദ്ദേഹം ആ ചെളിയിലൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. മാത്രമല്ല ഇത് പകർത്താൻ ഒരു നീലക്കുയിലിനെ അദ്ദേഹം വിളിച്ചില്ല കേട്ടോ. അത് വേറൊരു കാര്യം. കാരണം ഇതൊന്നും അത്ര വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് PR ചെയ്യേണ്ട ഒരു സംഭവമല്ല എന്നുള്ളൊരു ബോധം നമ്മുടെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് അവിടെ എല്ലാം സന്ദർശിച്ച ശേഷം അദ്ദേഹം നമുക്ക് കാണാം മേപ്പാടിയിലെ പോളിടെക്നിക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ആ ദുരിതാശ്വാസ ക്യാമ്പിലെ താമസിക്കുന്ന ആളുകൾ കൈകൂപ്പിയൊക്കെ വളരെ ആശ്വാസത്തോടെ അദ്ദേഹത്തെ നോക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അവർ പറയാതെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരുപക്ഷെ അങ്ങായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു, നമുക്ക് 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അങ്ങായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നു കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അങ്ങായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ കരാറ് കമ്പനിക്കാർ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം കാണിക്കില്ലായിരുന്നു. അങ്ങായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന അവർക്ക് മുമ്പിൽ പിണറായി വിജയൻ പല കാര്യങ്ങളുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ വി.ഡി. സതീശനോട് പറയാത്ത പലതും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്ന കാഴ്ച, അവർ ഒരു മുഖ്യമന്ത്രിയെ പോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്ന ഒരു അവരുടെ ഒരു പ്രതീക്ഷയാകാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസമാകാം അവരെ കൊണ്ട് പലതും പറയിപ്പിച്ചത്. അവർ പറഞ്ഞു, അതായത് ഈ ക്യാമ്പിൽ അവർക്ക് വസ്ത്രം പോലും മാറാനുള്ള സൗകര്യമില്ല എന്ന് അവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം ഈ ദുരന്തത്തിന്റെ കാരണക്കാർ അത് വി.ഡി. സതീശൻ സർക്കാരാണെന്നും ഒക്കെ ഇന്ന് പിണറായി വിജയൻ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇവിടുത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാമോ? നേരെ കൽപ്പറ്റ ടൗൺഷിപ്പിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ ജനങ്ങൾ, ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആ ജനങ്ങൾ അവരുടെ ജനനായകനെ കണ്ടപ്പോൾ കൈകൂപ്പി വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വരവേൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നതും പലതും ചോദിച്ചു മനസ്സിലാക്കുന്നതും ഒക്കെ കാണാം. ഒരുപക്ഷെ വി.ഡി. സതീശന് അവിടെ പോയി സന്ദർശനം നടത്താൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ ചെന്നാൽ പല ആളുകളും ചോദിക്കും, വീടെവിടെ സർക്കാരെ, വീടെവിടെ വി.ഡി, ആപ്പെവിടെ വി.ഡി, കണക്കെവിടെ വി.ഡി എന്നൊക്കെ ചോദിക്കും. എന്തോ ആകട്ടെ, ഈ ദുരന്തത്തിൽ എന്തായാലും പ്രതിപക്ഷവും ഒപ്പം നമ്മുടെ ഈ പറയുന്ന ഭരണപക്ഷവും
ഏതു രീതിയിലാണ് ഇടപെടൽ നടത്തുന്നതെന്നും അങ്ങനെ ഇടപെടലുകൾ നടത്തുമ്പോൾ ജനം നോക്കൂ ഓരോ ആളുകളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. വയനാട് മഹാദുരന്തം സംഭവിച്ചപ്പോഴും 2018 പ്രളയം സംഭവിച്ചപ്പോഴും അതിനുശേഷം കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നപ്പോഴുമൊക്കെ ഈ കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയ ഒരു മുഖ്യനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായത്തിൽ ഇരിക്കുന്നത്. അന്ന് ആ സമയത്തൊക്കെ അതിനെ രാഷ്ട്രീയായുധമാക്കിയെടുത്ത് സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പരസ്പരം പഴിചാരിയും പരസ്പരം പല രീതിയിലുള്ള ഗിമ്മിക്ക് ന്യായീകരണങ്ങൾ ഇറക്കിയുമൊക്കെ തലയൂരാൻ വേണ്ടി വി.ഡി. സതീശൻ സർക്കാർ ശ്രമം നടത്തിയാൽ അതിശയിക്കാനൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ, പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതില്ലേ